ഇപ്പോൾ മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്കായിട്ടുള്ള തിരച്ചിൽ 5-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോഴും ദൗത്യം പുരോഗമിക്കുകയാണ്. 20 പേരടങ്ങുന്ന 3 ടീമുകളിലായിട്ടാണ് RRT സംഘം ഇന്നും തിരച്ചിൽ നടത്തുന്നത്. നിലവിലെ 2 കൂടുകൾക്ക് പുറമെ പ്രദേശത്ത് ഒരു പുതിയ കൂടി ഇപ്പോൾ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. 50 ക്യാമറ ട്രാപ്പുകൾക്ക് പുറമെ പുതിയ 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. അരുൺ അമൃത നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് രാവിലെയും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കേരള എസ്റ്റേറ്റിന് സമീപത്താണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത്. അവിടേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയോ, പരിശോധന നടത്തിയോ? ആ ഭാഗത്തൊന്നും ക്യാമറ സ്ഥാപിച്ചിരുന്നില്ലേ? ഗുഡ് മോർണിംഗ് ആര്യ. ഇപ്പോൾ തിരച്ചിൽ 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറകളും ആ പ്രദേശത്തിന് പുറമെയാണ് ഇപ്പോൾ ഈ കേരള എസ്റ്റേറ്റ് പറയുന്ന മേഖലയിൽ നിന്ന് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് ചളിയിൽ കുതിർന്ന ഇന്നലെ മഴയായിരുന്നു. ആ മേഖലയിലുള്ള ഒരു കാൽപ്പാട് കണ്ടെത്തി. അത് ഇന്നലത്തേതാണോ അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പത്തേതാണോ എന്നുള്ള സ്ഥിരീകരണം ഒക്കെ വരേണ്ടതുണ്ട്. എന്തായാലും ഇത് കടുവയുടെ ആണെന്നുള്ളത് ഒരു സ്ഥിരീകരണം എന്തായാലും വനംവകുപ്പ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ദൗത്യം അത്തരത്തിൽ പുരോഗമിക്കുക തന്നെയാണ് ഒരു പ്രദേശത്ത്. ഇപ്പോൾ ആര്യ ചോദിച്ചതുപോലെ തന്നെ ഇനി ഈ മേഖലയിലൊക്കെ തന്നെ ഇങ്ങനെ ക്യാമറ വ്യാപിപ്പിക്കണോ എന്നുള്ളത് ഉൾപ്പെടെ വനംവകുപ്പ് എന്തായാലും പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 50 ക്യാമറകളാണ് പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ കൂടി ഇന്നലെ സ്ഥാപിച്ചു. ഒരു കൂട് കൂടി പുതുതായി സ്ഥാപിക്കും എന്നുള്ളതാണ് വനംവകുപ്പ് അറിയിച്ചത്. പക്ഷേ ആദ്യം കടുവയെ കണ്ടെത്തണം എന്നുള്ളതാണ്. 3-ാം ദിവസത്തെ തെരച്ചിലിൽ ഒരു ചിത്രം കടുവയുടേത് പതിഞ്ഞു. പക്ഷേ ഇന്നലെ ക്യാമറകളിലൊന്നും തന്നെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തില്ല. അതിനിടെയാണ് ഇത്തരത്തിൽ കടുവയുടെ കാൽപ്പാട് കണ്ടതായി പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മേഖലയിലൊക്കെ തന്നെ കടുവ വിഹരിക്കുന്നുണ്ട് എന്നതിനുള്ളതിൻ്റെ തെളിവ് കൂടിയായി അത് കാണണം. അങ്ങനെ കുറച്ചുകൂടി സങ്കീർണമാവുകയാണ് കാര്യങ്ങൾ. കൃത്യമായി കടുവയെ കണ്ടെത്താൻ വനംവകുപ്പിന് സാധിക്കുന്നില്ല. വനംവകുപ്പ് ടാർഗറ്റ് ചെയ്ത മേഖലകളിൽ കടുവ വീണ്ടും എത്തുന്നില്ല. മറ്റ് മേഖലകളിൽ കടുവയെ കണ്ടതായി പറയുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം രീതിയിലേക്ക് ഈ ഒരു തിരച്ചിൽ വ്യാപിപ്പിക്കണം എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ക്യാമറയുടെ കണ്ടെത്തിയതിന് ശേഷമേ ട്രാക്കിംഗ് ദൗത്യം തുടങ്ങും എന്ന് പറയുന്ന ഘട്ടം ഈ ട്രാക്കിംഗ് ആണ്. അപ്പോഴേ ഈ കുങ്കിയാനകളെ ഉൾപ്പെടെ പ്രദേശത്തേക്ക് എത്തിച്ച് മയക്കുവെടിക്കുള്ള സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. ആ ഘട്ടത്തിലേക്ക് ഇനിയും എത്താനാവാത്തതാണ് ആശങ്ക. നാട്ടുകാരൊക്കെ അത്തരത്തിലുള്ള ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. കാരണം പലരും തൊഴിലിന് പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ ടാപ്പിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് 5 ദിവസങ്ങളായി. അത്തരത്തിലുള്ള ആശങ്കകൾ അവിടെയുണ്ട്. അതിനിടെയാണ് ദൗത്യം പുരോഗമിക്കുന്നത്. കൃത്യമായ ഒരു പുരോഗതിയിലേക്ക് ദൗത്യത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ദൗത്യത്തിന്റെ പുരോഗതിയുമായി പറയാൻ സാധിക്കും. എന്തായാലും ദൗത്യം പുരോഗമിക്കുകയാണ്. ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ വലിയ ആശങ്കയിലാണ്. അവർ ജോലിക്ക് പോലും പോകാതെയാണ് ഇരിക്കുന്നത്. 5 ദിവസമായി ദൗത്യം തുടരുകയാണ്. ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്, കൂടുതൽ കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടാൻ സാധിക്കട്ടെ, മയക്കുവെടി വയ്ക്കാൻ സാധിക്കട്ടെ. പ്രദേശത്തെ ആശങ്കയും ഒഴിയട്ടെ.